Good morning. Okay. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ തീർന്നു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എട്ടാമത്തെ ചാപ്റ്ററിന്റെ ഒരു സെക്ഷൻ ഞാൻ എടുക്കണേന്ന് പറഞ്ഞല്ലോ. നാബ് എന്ന് പറഞ്ഞ പോർഷൻ ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ HA പഠിച്ചിട്ടുണ്ട് അല്ലെ. നാബ് എന്ന് പറഞ്ഞ എന്താണ്? നാബ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അവിടെ നിങ്ങൾ ആ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നാബിന്റെ NAB, National Accreditation Board for Hospitals and Healthcare Providers. Okay. ഒന്ന് ഞാൻ ഷെയർ ചെയ്തേക്കട്ടെ കേട്ടോ. Okay. ഓക്കെ, നിങ്ങൾ എടുത്തു വെച്ചോ ഈ ഒരു പേജ്? ടെക്സ്റ്റിലൊന്ന് നോക്കി, ഈ എംബ്ലം ആയിട്ട് കിടക്കുന്ന ആ ഒരു പേജ് കേട്ടാ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നാബിന്റെ സെക്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നാഷണൽ 102. ഓക്കെ, National Accreditation Board for Hospital and Health Care Providers, NAB, abbreviated form ആണ്. NAB എന്ന് പറഞ്ഞത് 2005 നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ് NAB എന്ന് പറയുന്നത്. 2005 നാഷണൽ ലെവലില് JCE ആയിട്ട് ഡിഫറൻസ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ലാസ്റ്റ് സെക്ഷനിൽ വരുന്നുണ്ട്. JCEയും NABും തമ്മിലുള്ള കമ്പാരിസൺ വരുന്നുണ്ട്. NAB എന്ന് പറഞ്ഞ ഏതാണ്? നാഷണൽ ലെവലില്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത്, അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 2005 ഫോം ചെയ്തതാണ് NAB എന്ന് പറയുന്നത് കേട്ടോ. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറയുന്നത്. ഏതാണ് NABിന്റെ ഇതിൽ പറയുന്നത്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ. കണ്ടോ ആ എംബ്ലം കണ്ടോ നിങ്ങൾ? NAB അക്രഡിറ്റേഷൻ ഉള്ളത് എന്തൊക്കെ കാര്യങ്ങളാ? എന്തിനു വേണ്ടിയിട്ടാ? ഹോസ്പിറ്റലുകളില് പേഷ്യന്റിന്റെ സേഫ്റ്റിയും അവർ കൊടുക്കുന്ന കെയർ അതിന്റെ ക്വാളിറ്റിയും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകൾക്ക് ഒരു അക്രഡിറ്റേഷൻ അംഗീകാരം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് NAB എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് വേർഡ് അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്തൊക്കെയാണ്? ഹോസ്പിറ്റലുകൾക്ക് പേഷ്യൻസിന്റെ സുരക്ഷയും ക്വാളിറ്റി ഓഫ് കെയറും നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു രോഗി പരിചരണവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന, അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് NAB എന്ന് പറയുന്നത്. നിങ്ങൾ ആ പാരഗ്രാഫ് നോക്കിയിട്ട് വലിയ പാരഗ്രാഫ് ആയിട്ട് കിടക്കുന്നത്, അതിൽ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് മാത്രം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടുക. ബാക്കിക്ക് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇത് അതിന്റെ ഹിസ്റ്ററിയും കുറെ കാര്യങ്ങളും ഡേറ്റുകളും ഒക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. സ്റ്റാൻഡേർഡ്സ് ഇവിടെ പറയും. വലിയ 2-3 പാരഗ്രാഫ് ആയിട്ട് ഇങ്ങനെ കൊടുത്തേക്കുന്നതാണ്. അപ്പൊ അത് വായിച്ച് ഇമ്പോർട്ടന്റ് നമുക്ക് അണ്ടർലൈൻ ചെയ്തിടാം. National Accreditation Board for Hospitals and Healthcare Providers, abbreviated as NAB. അപ്പൊ അതിന്റെ അബ്രിവേറ്റഡ് ഫോം
അബ്രിവേറ്റഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ ഷോർട്ട് ഫോം ആണ്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അബ്രിവേറ്റഡ് ഫോം എന്താ നാബ് അബ്രിവേഷൻ ആണ് കേട്ടോ. അല്ലെങ്കിൽ നാബിന്റെ NABH ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ഈസ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഘടക ബോർഡാണ് നാബ്. കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറഞ്ഞ ഒരു അംഗം, ഒരു ഘടകം, ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു അംഗമാണ് നാബ് എന്ന് പറയുന്നത്. ഏതിന്റെ? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. Set up to establish and operate accreditation program for health care organization. എന്താ ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് എന്താണ് ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആ ഒരു സ്ഥാപനങ്ങൾക്കായിട്ട് ഈ അക്രഡിറ്റേഷൻ പ്രോഗ്രാംസ് നടപ്പിലാക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും രൂപീകരിച്ചിട്ടുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഘടക ബോർഡ്. തിരിച്ചു പറയാട്ടോ. ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ, എന്താണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾക്കായി അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകൾ സ്ഥാപിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും വേണ്ടി സ്ഥാപിച്ച ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ആ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. അതുപോലെ അവിടെ ചോദിക്കാം, എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. QCI എന്ന് പറഞ്ഞേക്ക ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഫോംഡ് ഇൻ 2005 2005 ഫോം ചെയ്ത്. ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ അക്രഡിറ്റേഷൻ ഫോർ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹോസ്പിറ്റലുകൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു അക്രഡിറ്റേഷൻ ആണ് നാബ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഹോസ്പിറ്റലുകൾക്കായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അക്രഡിറ്റേഷൻ ആണ് ഏത്? നാബ് അക്രഡിറ്റേഷൻ. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റല് നാബ് അക്രഡിറ്റഡ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ നല്ലൊരു ക്വാളിറ്റി, എല്ലാത്തിനും അവര് എല്ലാ സ്റ്റാൻഡേർഡുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അല്ലെ എല്ലാം 100% ഓക്കെ ആയതിനു ശേഷമാണ് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഹോസ്പിറ്റലുകൾക്ക്, ഇന്ത്യയിലെ ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട അക്രഡിറ്റേഷൻ ആണ് ഏത്? നാബ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ ആ ഫസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്യുക. QCI എന്നുള്ളതിന്റെ നമ്മള് അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ആ പാരഗ്രാഫിൽ അണ്ടർലൈൻ ചെയ്തിടുക. ഓക്കെ അല്ലേ? രണ്ട് കാര്യങ്ങൾ കിട്ടിയില്ല അതിന്ന്. 2005 ഫോം ചെയ്തത്. അത്രേ. ഇനി നോക്കിയ ഓർഗനൈസേഷൻ ലൈക്ക് ദ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആൻഡ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഹാസ് ഡിസൈൻഡ് ആൻഡ് എക്സ്പോസിറ്റീവ് ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയും അതിന്റെ നാബും, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നാബ് അക്രഡിറ്റേഷൻ ബോർഡ് എന്ന് പറയുന്നത്, നാബ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്മാർക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ആ സെന്റൻസിന്റെ ലാസ്റ്റ് നോക്കാട്ടോ. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്മാർക്കും ഹോസ്പിറ്റലുകൾക്കും വേണ്ടി സമഗ്രമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് രൂപീകരിച്ചിട്ടുണ്ട്. ആര്? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്. അത് ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനുമായിട്ട് എന്ത് രൂപീകരിച്ചിട്ടുണ്ട്? ഹോസ്പിറ്റലിനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമാർക്കുമായിട്ട് ഒരു എക്സ്പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്രമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് രൂപീകരിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചില്ലേ, കുറെ ചാപ്റ്ററുകൾ ഉണ്ട്. അതില് 10 ചാപ്റ്ററുകള്, അതില് 100 സ്റ്റാൻഡേർഡ്സ് അല്ലെ. ആ 100 സ്റ്റാൻഡേർഡുകളും മാനദണ്ഡങ്ങളും ഇതെല്ലാം നോക്കിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? നാബ് അക്രഡിറ്റേഷൻ അവിടെ
NAV കൊടുക്കുന്നത്, അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഹോസ്പിറ്റൽസ് ആർ അസൈൻഡ് ആൻഡ് ഓവർ 600 പാരാമീറ്റേഴ്സ്. ഹോസ്പിറ്റലുകളെ 600-ലധികം പാരാമീറ്റേഴ്സിൽ വിലയിരുത്തുന്നു. അപ്പൊ NAV ഹോസ്പിറ്റലുകളെ അസസ് ചെയ്യുന്നത് എങ്ങനെയാണ്? 600-ലധികം പാരാമീറ്റേഴ്സിൽ വിലയിരുത്തുന്നു. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. The standards are divided between patient-centered and organization-centered standard. അപ്പൊ ഈ സ്റ്റാൻഡേർഡുകളെ നമുക്ക് എങ്ങനെ തിരിക്കാം? patient-centered standard, organization-centered standard. പഠിച്ചിട്ടില്ലേ? HL പഠിച്ചിട്ടില്ലേ? 10 ചാപ്റ്ററുകള് അല്ലെ? അതിൽ 5 എണ്ണം, ആദ്യത്തെ 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡ്, അതായത് രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളും, രണ്ടാമത്തേതാ ആ ഹോസ്പിറ്റലിനെ ഈ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് അല്ലെ, ആ ഒരു ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളും. അങ്ങനെയാണ് 10 ചാപ്റ്ററുകൾ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഈ NAV സ്റ്റാൻഡേർഡുകൾ എങ്ങനെയാ ഡിവൈഡ് ചെയ്തേക്കുന്നത്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് എന്നും ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സും. അതായത് രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളും ആ ഒരു ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളും. അണ്ടർലൈൻ ചെയ്തോ? To complete with the standard elements, ഈ സ്റ്റാൻഡേർഡുകള് ഹോസ്പിറ്റല് അത് അനുസരിക്കണം, അത് സ്വീകരിക്കണമെങ്കിൽ the hospital need to have a process-driven approach in all aspects of hospital activities. ഹോസ്പിറ്റലിലെ എല്ലാ തലങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു പ്രോസസ് ഡ്രൈവൺ അപ്രോച്ച് ആവശ്യമാണ്. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ഓക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് NAVന്റെ അക്രഡിറ്റേഷൻ കിട്ടോ? അപ്പൊ ഒരു നല്ല ഈ എല്ലാ മേഖലകളിലും ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും എന്ത് ചെയ്യണം? ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. എവിടെ മുതല്? ഫ്രം രജിസ്ട്രേഷൻ നമ്മൾ ആദ്യം ചെല്ലുന്നത് എവിടെയാ? ആദ്യം എങ്ങോട്ടാ ചെല്ലുന്നത്? നമ്മൾ രജിസ്ട്രേഷൻ അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ ഫ്രണ്ട് ഓഫീസ് അല്ലെ? ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോ ആദ്യം ചെല്ലുന്നതാണ് രജിസ്ട്രേഷൻ. റിസപ്ഷൻ. ഓക്കെ, രജിസ്ട്രേഷൻ മുതല് അഡ്മിഷൻ, pre-surgery, peri-surgery, post-surgery protocols, discharge from the hospital. ഹോസ്പിറ്റലിൽ നമ്മൾ ഡിസ്ചാർജ് ആയി, ആൻഡ് ഫോളോ അപ്പ്. കണ്ടോ, അവിടെ ഡിസ്ചാർജ് കഴിഞ്ഞില്ല, ഫോളോ അപ്പുകൾ വിത്ത് ഹോസ്പിറ്റൽ ആഫ്റ്റർ ഡിസ്ചാർജിന് ശേഷം ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഫോളോ അപ്പ്. ഇങ്ങനെ എല്ലാ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലുടനീളം എന്ത് ചെയ്യണം? ഈ മാനദണ്ഡങ്ങള് കീപ്പ് ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? ഇത് ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പാരഗ്രാഫ് ഒരു ഹിസ്റ്ററി പോലെ NAVനെ കുറിച്ച് ആദ്യത്തെ സെക്ഷനിൽ പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. ഇത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇതിൽ ഇമ്പോർട്ടന്റ് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ അവിടെ കേട്ടോ. അത് ബാക്കിയൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. ഒരുവിധം ഇമ്പോർട്ടന്റ് ഞാൻ അണ്ടർലൈൻ ചെയ്തു തരാം. ബാക്കിയൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡുകളൊക്കെ അതിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലൊക്കെ ചോദിക്കുന്നത് ലാസ്റ്റ് സെക്ഷനിലാണ്. അപ്പൊ അതിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിലെ ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും രജിസ്ട്രേഷൻ മുതൽ ഫോളോ അപ്പ് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എന്ത് ചെയ്യണം? ഈ മാനദണ്ഡങ്ങള് അവരെ കീപ്പ് ചെയ്യണം. Okay, then not only the clinical aspects but the governance aspects are two process driven based on clear and transparent policies and protocol. ഇനി ഇതെന്താ? ക്ലിനിക്കൽ ഏരിയയിൽ മാത്രമല്ല അല്ലെ? ക്ലിനിക്കൽ വശങ്ങളിൽ മാത്രമല്ല, അത് എവിടെ വേണം? അഡ്മിനിസ്ട്രേറ്റീവ്, ഭരണപരമായിട്ടുള്ള വശങ്ങളിലും അല്ലെ? വ്യക്തവും അതുപോലെ ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലിയർ ആയിട്ടുള്ള അല്ലെ? ക്ലിയർ ആൻഡ് ട്രാൻസ്പെറന്റ്, സുതാര്യമായ, വ്യക്തവും സുതാര്യമായിട്ടുള്ള ഒരു പോളിസിയും പ്രോട്ടോകോളും അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രക്രിയയാണ് ഇത്. അതായത് നമ്മൾ ക്ലിനിക്കൽ വശങ്ങൾ മാത്രമല്ല അവിടെ നോക്കുന്നത്. എന്താണ്? ആ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള നമ്മുടെ ഭരണവശങ്ങളും കൂടി
അതങ്ങനെയാ ഒരു വ്യക്തവും സുതാര്യമായിട്ടുള്ള പോളിസികളും പ്രോട്ടോകോളും അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ഈ NAB അക്രഡിറ്റേഷൻ കൊടുക്കുക എന്നുള്ളത് അല്ലെ. അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ്. എല്ലാ വശങ്ങളിലും നോക്കും. അതായത് ആ 100 സ്റ്റാൻഡേർഡുകളും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുകയുള്ളൂ. അതാണ് ഈ ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് NAB അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് പറയാൻ കാര്യം. എന്താ NAB അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ 100% എന്താണ് നമുക്ക് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നു അല്ലെ. അങ്ങനെ അതിൽ എല്ലാ തലങ്ങളും നോക്കിയിട്ട് എല്ലാം ക്ലിയർ ചെയ്യില്ലെങ്കിൽ മാത്രമല്ലേ അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. Then NAB focus on streamlining the entire operation of the hospital. Underline ചെയ്തേ last sentence. NAB focuses on streamlining the entire operation of hospital. ഒരു ഹോസ്പിറ്റലിലെ മുഴുവൻ പ്രവർത്തനങ്ങളും entire operations എന്താണ് ഹോസ്പിറ്റലിലെ മുഴുവൻ പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കുന്നതിന് NAB ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. Underline ചെയ്തോ? NAB focuses on streamlining the entire operation of the hospital. അതാ ഒരു സ്ഥലം മാത്രമല്ല, ഹോസ്പിറ്റലിലുള്ള എല്ലാ എന്താ പറയാ പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കുന്നത് സ്ട്രീംലൈനിങ് കാര്യക്ഷമമാക്കുന്നതിന് NAB ഫോക്കസ് ചെയ്യുന്നു. ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ അത്രയും കാര്യങ്ങള്? Yes, NAB is equivalent to JCI and other international standards. ഇനി നോക്കിയേ, NAB എന്ന് പറയുന്നത് ഇതിനൊക്കെ ഈക്വൽ ആണ് JCIക്കും അതുപോലെ മറ്റുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ഇങ്ങനെ നമ്മൾ ഈ അക്രഡിറ്റേഷൻ ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ള മറ്റുള്ള ഇതാണ് പറഞ്ഞത്. ഇപ്പൊ ഫ്രാൻസിലുള്ളത് ഫസ്റ്റ് നോക്കിയേ, HAS എന്നാ പറഞ്ഞ ഹോൺ ഓതറൈസ്ഡ് ഡി സാൻഡ്ര. അത് ഫ്രാൻസിലെ ഇതുപോലെ ഫ്രാൻസിലുള്ള ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ ഇതിനകത്ത്. അതർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് JCI എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് JCI എന്ന് പറയുന്നത്, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. NAB ആണെങ്കിലോ ദേശീയ തലത്തില് നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റന്റ് ബോർഡ്, ഒരു ഭാഗമാണ് NAB എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്ന മറ്റുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് പറഞ്ഞേക്കണം കേട്ടോ. ഫുഡ് ഓതറൈസ് ഡി സാൻഡ്ര എന്ന് പറഞ്ഞ ഫ്രാൻസിലുള്ള ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഓസ്ട്രേലിയൻ കൗൺസിൽ ഓഫ് ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് ഓസ്ട്രേലിയയിലെ ജപ്പാൻ കൗൺസിൽ ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ ജപ്പാന്റെ and the National Committee for Quality Assurance in United States. കണ്ടോ, ഇങ്ങനെയുള്ള മറ്റുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സുകൾക്കും JCI അതിനുമൊക്കെ ഈക്വലന്റ് ആണ് NAB എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഇന്റർനാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ചില ഓർഗനൈസേഷൻസ് ആണ്. ആ പേരുകൾ പറഞ്ഞേക്കണം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അവിടെ വേണമെങ്കിൽ ആ രണ്ടെണ്ണത്തിനും ഒന്ന് നമ്മള് എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഓസ്ട്രേലിയൻ കൗൺസിൽ ഓഫ് ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് ACHS, ആദ്യത്തെ ലെറ്റേഴ്സ് ACHS എന്ന്. ജപ്പാൻ കൗൺസിൽ ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ JCQHC, ആദ്യത്തെ ലെറ്റേഴ്സ് ജപ്പാന്റെ കൗൺസിലിന്റെ C, ക്വാളിറ്റിയുടെ Q, Hന്റെ ഹെൽത്ത് കെയറിന്റെ H കൂടി, ഹെൽത്ത് കെയർ HC. ആ രണ്ട് എക്സ്പാൻഡഡ് ഫോം അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി അടുത്തൊരു സെന്റൻസ് നോക്കിയേ, ഇറ്റ് സ്റ്റാൻഡേർഡ്സ് ഹാവ് ബീൻ അക്രഡിറ്റഡ് ബൈ, ഒന്നുകൂടി പറയാമോ? ഓക്കെ, അത് നിങ്ങൾ ഫസ്റ്റ് ലെറ്റർ മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് എന്നില്ലേ, അതിത് നോക്കി ACHS ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, ജപ്പാൻ കൗൺസിൽ ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ JCQHC.
ആദ്യത്തെ ലെറ്റേഴ്സ് ജെ സി ക്യു എച്ച് സി. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ഒരു സെന്റൻസ് നോക്കിയേ. Its standards. Okay. Its standards have been accredited by ISQUA. ഒന്ന് ശ്രദ്ധിച്ചേ. ISQ ക്യാപിറ്റലും UA എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ് എഴുതിയേക്കണത്. അത് is an apex body. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. അതായത് ഈ അക്രഡിറ്റേഷൻ ബോഡികള് അതിന് അംഗീകാരം കൊടുക്കുന്നതാണ്. ഈ അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അപ്രൂവൽ കൊടുക്കുന്നതാണ് HAS എന്ന് പറഞ്ഞ ഹോട്ട് ഓതറൈസ്ഡ് ഡീസാൻഡർ. അതിന്റെ ആ ഫസ്റ്റ് ലെറ്റേഴ്സ് ആട്ടോ HAS. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആണ്, അത് ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, HAS ആണോ? HAS ഇതെല്ലാനും നമ്മൾ ഇന്റർനാഷണൽ ലെവലില് ഈ നമ്മളിപ്പോ ഈ JCI ഒക്കെ ഇന്റർനാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഇതല്ലേ, ഓർഗനൈസേഷൻ അല്ലേ? അതുപോലെ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഫ്രാൻസിലെ അക്രഡിറ്റേഷൻ, ഫ്രാൻസിലെ ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഇന്റർനാഷണൽ ഇതാണ് ഓർഗനൈസേഷൻ ആണ് ഹോട്ട് ഓതറൈസ്ഡ് ഡീസാൻഡർ എന്ന് പറയുന്നത്. അത് HAS എന്നാണ് എഴുതിയേക്കുന്നത്. അടുത്തത് ഓസ്ട്രേലിയയില് ഇതുപോലെയുള്ള അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് ഓസ്ട്രേലിയൻ കൗൺസിൽ ഓഫ് ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ്. ജപ്പാൻ കൗൺസിൽ ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. ഇതിന്റെയൊക്കെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ജസ്റ്റ് അഥവാ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഒന്നോ രണ്ടോ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാൻ ഉള്ളൂ അതിന്. ഇനി അടുത്തൊരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ്സ് ഹാവ് ബീൻ, ഇതിന്റെ സ്റ്റാൻഡേർഡുകള് അതായത് അക്രഡിറ്റ് ചെയ്തത്, അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ISQA ആണ്. അതാണ് അപ്പെക്സ് ബോഡി, അതായത് ഉച്ചസ്ഥാനം എന്ന് പറയുന്നത്. അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അപ്രൂവൽ കൊടുക്കുന്നതാണ് ISQUA. എഴുതി വെച്ചോളൂ കേട്ടോ. ഈ അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അപ്രൂവൽ കൊടുക്കുന്നത്, അക്രഡിറ്റേഷൻ ബോഡികൾക്ക് ഈ അപ്രൂവൽ കൊടുക്കുന്നത് കേട്ടോ. അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അപ്രൂവൽ കൊടുക്കുന്നതാണ് ISQUA എന്ന് പറയുന്നത്. അതൊന്ന് എഴുതി വെച്ചോട്ടോ. ഇന്റർനാഷണൽ, അത് ചോദിക്കാറുണ്ട്. ഇന്റർനാഷണൽ സൊസൈറ്റി, SOCIETY, ഇന്റർനാഷണൽ സൊസൈറ്റി for International Society for Quality in Health Care, ISQUA, International Society for Quality in Health Care. Okay, ISQA. അപ്പൊ ഈ ഇതില്ലേ അക്രഡിറ്റേഷൻ ബോഡികൾക്ക് ഈ അപ്രൂവൽ കൊടുക്കുന്നത് ആരാണ്? ISQUA ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത ഈ സ്റ്റാൻഡേർഡ്, ഇതിന്റെ സ്റ്റാൻഡേർഡുകള് അക്രഡിറ്റ് കൊടുക്കുന്നത് ISQA ആണ്. അതാണ് അപ്പെക്സ് ബോഡി, അതായത് ഉച്ചസ്ഥാനം എന്ന് പറയുന്നത്, അത് ഏറ്റവും ഹെഡ് എന്ന് പറയുന്നത്. അക്രഡിറ്റിംഗ് ദ അക്രഡിറ്റേഴ്സ്, hence making NAAC accreditation as par with the world's most leading hospital accreditation. Underline ചെയ്ത സെന്റൻസ്, അതായത് അക്രഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? person that grant accreditation. അക്രഡിറ്റേഷൻ കൊടുക്കുന്നവര് അല്ലെ, അക്രഡിറ്റേഷൻ കൊടുക്കുന്നവരാണ് അക്രഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ACCREDITORS.
a person granted accreditation. ഈ അക്രഡിറ്റേറ്റേഴ്സ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിനാൽ നാബ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്മുടെ ലോകത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റൽ അക്രഡിറ്റേഷന് തുല്യമാണ് നാബ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അക്രഡിറ്റേറ്റേഴ്സ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് കൊണ്ട് നാബ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ആണ് അല്ലെ. ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ആണ് നാബ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. The official website of QCI, Quality Council of India, should be referred for application and implementation of healthcare standards. Application and implementation. Implementation വെച്ച് നടപ്പിലാക്കുക. ഈ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇനി നടപ്പിലാക്കുന്നതിനും പ്രയോഗിക്കുന്നതിനും എന്ത് വേണം? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് റെഫർ ചെയ്യണം. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. The official website of Quality Council of India should be referred for application and implementation of healthcare standards. മനസ്സിലായോ? ഈ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് നടപ്പിലാക്കുന്നതിനും പ്രയോഗിക്കുന്നതിനും ഒക്കെ എന്ത് നമ്മൾ ചെയ്യണം? ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് റെഫർ ചെയ്യണം. The Quality Council of India works under the guidelines of the Ministry of Commerce. രണ്ട് സെന്റൻസും ആ പാരഗ്രാഫിൽ നോട്ട് ചെയ്തിടുക. വാണിജ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിലാണ് ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. The Quality Council of India works under the guidelines of dash. ആർക്കറിയാ? Ministry of Commerce. വാണിജ്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. ഞാൻ അണ്ടർലൈൻ ചെയ്തിടാൻ പറയുന്നത് കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ക്വസ്റ്റ്യൻസും ഞാൻ അതിൽ ചോദിച്ച രീതി ഞാൻ പറയുന്നുണ്ട്, അതും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പാരഗ്രാഫ് ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് ദഹിക്കാത്ത കുറച്ച് ഡേറ്റുകളും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഈ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് വ്യക്തമാക്കി വെക്കുക. ക്ലിയർ ആവുന്നില്ലേ പറയണേ? ക്ലിയർ ആവണ്ടോ? അപ്പൊ ഈ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും നമ്മൾ എന്ത് റെഫർ ചെയ്യണം എന്നാ പറഞ്ഞേക്കണേ? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് റെഫർ ചെയ്യണം. ഇനി ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് എന്താ? ഈ മിനിസ്ട്രി ഓഫ് കോമേഴ്സ്, വാണിജ്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്. രണ്ട് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഇനി നോക്കിയ ഹിസ്റ്ററി ആണ് കേട്ടോ. ദ ടേം അക്രഡിറ്റേഷൻ മീൻസ്, ആദ്യത്തെ ഒരു ഇച്ചിരി സെക്ഷൻ മാത്രമേ ഉള്ളൂ, ഇച്ചിരി ഒരു ഇത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു, ബാക്കി അങ്ങോട്ട് പോകുന്നവരും എളുപ്പമാണ് കേട്ടോ. The term accreditation means the systematic assessment of hospital against accepted standard. അണ്ടർലൈൻ ചെയ്തിട്ടേ. അപ്പൊ എന്താണ് നമ്മൾ ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്? ഇതിന്റെ അക്രഡിറ്റേഷൻ നമ്മൾ പറഞ്ഞു, അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായ ഒരു അംഗീകാരം കൊടുക്കുകയാണ്. ആ ഹോസ്പിറ്റൽ എല്ലാ ക്വാളിറ്റിയും എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട്, എല്ലാ നല്ലൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നുണ്ട്, പേഷ്യന്റ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. അതിനൊക്കെ വെച്ചിട്ട് ഒരു അംഗീകാരം കൊടുക്കുന്നതാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. അക്രഡിറ്റേഷൻ എന്താ? സിസ്റ്റമാറ്റിക് അസസ്മെന്റ്, ഒരു സ്ഥാപിതമായിട്ടുള്ള ഒരു ചിട്ടയായ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അല്ലെ ഗുണനിലവാരം സ്വീകരിക്കുന്നതിനുള്ള ഒരു ഒരു നല്ലൊരു അടിസ്ഥാനപരമായ ഒരു വിലയിരുത്തലാണ് സിസ്റ്റമാറ്റിക് അസസ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ. എന്തിനാ? അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്, അംഗീകൃതമായ മാനദണ്ഡങ്ങള് അല്ലെ, അതനുസരിച്ച് ഹോസ്പിറ്റലുകളുടെ ചിട്ടയായിട്ടുള്ള വിലയിരുത്തലാണ് ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. The systematic assessment of hospital against accepted standard.
Originally, the accreditation was built for hospitals. അത് നമ്മൾ ആരംഭത്തിൽ തന്നെ ഈ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഹോസ്പിറ്റലുകൾക്ക് എന്താ അവര് ഓരോ ക്വാളിറ്റി കെയർ കൊടുക്കുന്നുണ്ടോ, എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടോ, അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു പ്രാരംഭത്തില് ആദ്യമായിട്ട് ഹോസ്പിറ്റൽ. യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ടാണ് അക്രഡിറ്റേഷൻ എന്നുള്ളത് നിർമ്മിച്ചത്. ബട്ട് എന്നാൽ അത് എന്ത് ചെയ്തു? ഇറ്റ് വാസ് എക്സ്റ്റെൻഡഡ് ടു പ്രൈമറി കെയർ. എങ്ങോട്ടാ? പ്രാഥമിക പരിചരണ മേഖല, ബ്ലഡ് ബാങ്ക്, മെഡിക്കൽ ഇമേജിംഗ് സർവീസസ്, MIS ആൻഡ് അതർ ഹെൽത്ത് കെയർ സെക്ടേഴ്സ്. ഇങ്ങനെയുള്ള എല്ലായിടങ്ങളിലേക്കും അത് വ്യാപിച്ചു. ആദ്യം ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുക, അല്ലെ? ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ടാണ് അക്രഡിറ്റേഷൻ സ്ഥാപിതമായത്. പക്ഷെ അതിനുശേഷം അത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വിപുലീകരിച്ചു. അതായത് പ്രൈമറി കെയറിലും ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ഉണ്ട്. ബ്ലഡ് ബാങ്കില്, മെഡിക്കൽ ഇമേജിംഗ് സർവീസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ സെക്ടേഴ്സ്, മറ്റുള്ള ഹെൽത്ത് കെയർ സെക്ടേഴ്സിലും എല്ലാം ഇതിപ്പോ പ്രയോഗത്തിലുണ്ട്. അല്ലെങ്കിൽ അത് എന്നീ മേഖലയിലേക്കും കൂടി അക്രഡിറ്റേഷൻ അത് വ്യാപിച്ചു. Then the origin of accreditation process was the United States of America. Underline ചെയ്തിട്ടെ. ഈ അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ ഒരു ഒറിജിൻ, ആരംഭം എന്ന് പറയുന്നത് എവിടെയാ? അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. The origin of accreditation process was in the United States of America, USA ലാണ്. In 1917, 1917 the American College of Surgeons developed a program. American College of Surgeons എന്ത് ചെയ്തു? ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തു. എന്ത് സംബന്ധിച്ച്? ഓഫ് മിനിമം സ്റ്റാൻഡേർഡ്സ് ഫോർ ഹോസ്പിറ്റൽ. മിനിമം സ്റ്റാൻഡേർഡ്സ് ഫോർ ഹോസ്പിറ്റൽ എന്നുള്ള ഒരു പ്രോഗ്രാം അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ ഡെവലപ്പ് ചെയ്തു. ഇന്ന് 1917 to assess and identify suitable hospital for surgical training. കണ്ടോ? 1917 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ ഹോസ്പിറ്റലുകളിലെ മിനിമം സ്റ്റാൻഡേർഡ് എന്ന് അത് എന്താ അതനുസരിച്ച് മിനിമം സ്റ്റാൻഡേർഡ് എന്തില്? സർജിക്കൽ ട്രെയിനിങ്ങില് അത് അസസ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം സ്ഥാപിച്ചു 1917. This developed into the multidisciplinary program for standardization. അത് എന്തിലേക്ക് കാരണമായി? ഇത് സ്റ്റാൻഡേർഡൈസേഷന്റെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഒരു പ്രോഗ്രാം വികസിപ്പിക്കുന്നതിന് കാരണമായി. ആദ്യം പറഞ്ഞത് 1970 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ എന്ത് ചെയ്തു? ഈ എന്തിനു വേണ്ടിയിട്ടാണ്? സർജിക്കൽ ട്രെയിനിങ്ങിന്. സർജിക്കൽ ട്രെയിനിങ്ങിന് അനുയോജ്യമായ ഹോസ്പിറ്റലുകൾ അതിനെ വിലയിരുത്താനും അസസ് ചെയ്യാൻ, വിലയിരുത്തുക, ഐഡന്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാനുമായി ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ട് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഫോർ ഹോസ്പിറ്റൽ ഒരു പ്രോഗ്രാം അത് എന്ത് ചെയ്തു? ഒരു പ്രോഗ്രാം വികസിപ്പിച്ചെടുത്തു. ഇത്രേ ഉള്ളൂ. ആ സർജിക്കൽ ട്രെയിനിങ്ങിന് ഉള്ള ഹോസ്പിറ്റലുകളെ ഐഡന്റിഫൈ ചെയ്യാനും വിലയിരുത്താനും വേണ്ടി ഒരു പ്രോഗ്രാം 1970 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ ഡെവലപ്പ് ചെയ്തു. Then 1951 എന്താണ്? Lead to formation of Independent Joint Commission on Hospital Accreditation known as Joint Commission of Accreditation of Healthcare Organization. അത് നിങ്ങൾ JCI പഠിച്ചിട്ടുണ്ടാവും അല്ലെ? 1951 ഫോം ചെയ്തു. 1951 ഒരുപാട് ഹോസ്പിറ്റൽ പ്രൊഫഷണലുകളൊക്കെ അടങ്ങുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ കൂടിച്ചേർന്നിട്ട് ഒരു ജോയിന്റ് കമ്മീഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. 1951 JCAH ജോയിന്റ് കമ്മീഷൻ ഓൺ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ 1951 ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ. 1951 lead to the formation of Independent Joint Commission on Hospital Accreditation. JCAH ആണ് കേട്ടോ. JCAH 1951 ഫോം ചെയ്തു. Then all subsequent national programs have been derived from this either directly or indirectly. ഇത് നമ്മൾ പറഞ്ഞു എന്താണ്? 1951 ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ജോയിന്റ് കമ്മീഷൻ ഓൺ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ JCAH
JCAH ഫോം ചെയ്തു. ഇപ്പോഴത് ജോയിന്റ് കമ്മീഷൻ. ഇപ്പൊ അതെന്താ അറിയപ്പെടുന്നത്? ജോയിന്റ് കമ്മീഷൻ ഓൺ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ എന്ന് അറിയപ്പെടുന്നു. ഇത് തുടർന്നുള്ള എല്ലാ പ്രോഗ്രാമുകളിലും എന്ത് ചെയ്യുന്നു? ഇത് നേരിട്ടോ അല്ലാതെയോ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ആ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. 1951. ഓക്കെ. 1917 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ ഡെവലപ്പ് പ്രോഗ്രാം. ഇതിനു വേണ്ടി സർജിക്കൽ ട്രെയിനിങ്ങിൽ ഉള്ള കാപ്പബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളെ തിരിച്ചറിയുന്നതിന് ഐഡന്റിഫൈ ചെയ്യുന്നത്. 2 ഡേറ്റ് അവിടെ കിട്ടിയോ? 1951 എന്താണ്? ഫോർമേഷൻ ഓഫ് ദ ഇൻഡിപെൻഡന്റ് ജോയിന്റ് കമ്മീഷൻ ഓൺ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. അത് JCAH അങ്ങനെ എഴുതി വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. 1951 JCAH രൂപീകരിച്ചു. അടുത്ത നോക്കി, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നാബ് എന്ന് പറഞ്ഞ ഏതാണ്? കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഘടകം, ഒരു അംഗമാണ് നാബ് എന്ന് പറയുന്നത്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡാണ്, ഒരു ഘടക ബോർഡാണ്, അല്ലെങ്കിൽ ഒരു അംഗമാണ് നാബ് എന്ന് പറയുന്നത്. As the demand for accreditation grows, അക്രഡിറ്റേഷന്റെ ഡിമാൻഡ് വർദ്ധിച്ചതോടുകൂടി the Joint Commission International Accreditation JCI was established for this purpose USA in the year 1998. അവിടെ വാഗ്ദാനം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും, കൺഫ്യൂഷൻ വരരുത്. 1994 ജോയിന്റ് കമ്മീഷൻ റിസോഴ്സ് ഇൻകോർപ്പറേഷൻ സ്ഥാപിച്ചു. 1994 കേട്ടോ. അതിന്റെ ഒരു സബ് ഡിവിഷൻ ആയിട്ടാണ് 1998 JCI രൂപീകരിച്ചത്. അവിടെ അത് JCIയുടെ കൃത്യമായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക്. 1994 ജോയിന്റ് കമ്മീഷൻ റിസോഴ്സ് ഇൻകോർപ്പറേഷൻ സ്ഥാപിച്ചു. 1994 അതിന്റെ ഒരു സബായിട്ട് നമ്മള് 1998 JCI ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ സ്ഥാപിച്ചത്. ഇത് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ അന്തർദേശീയ തലത്തിന് ഇന്റർനാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോർഡാണ്. ഓക്കെ, അതായത് അക്രഡിറ്റേഷന്റെ ഒന്നുകൂടി പറയണം. ഓക്കെ, പറയാലോ. 1994 1994 അതാണ് ആദ്യം. 1994 ജോയിന്റ് കമ്മീഷൻ റിസോഴ്സ് ഇൻകോർപ്പ് സ്ഥാപിച്ചു. മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഡിവിഷനാണ്. അതായത് 1994 സ്ഥാപിച്ചില്ലേ ജോയിന്റ് കമ്മീഷൻ ഇൻകോർപ്പ്, അത് സ്ഥാപിച്ചു. അതിന്റെ ഒരു സബായിട്ട് ഒരു 4 വർഷം കൂടി കഴിഞ്ഞപ്പോൾ 1998 JCI രൂപീകരിച്ചു. ഉണ്ടോ? JCI രൂപീകരിച്ചു. അക്രഡിറ്റേഷന്റെ ഡിമാൻഡ് കൂടിയപ്പോ എന്ത് ചെയ്തു? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ JCI വാസ് എസ്റ്റാബ്ലിഷ്ഡ്, സ്ഥാപീകരിച്ചു. എന്തിനു വേണ്ടിയാ? ഫോർ ദി പർപ്പസ് ഇൻ USA in the year. കണ്ടോ, USA-ൽ ഈ ഒരു അക്രഡിറ്റേഷൻ എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് 1998 JCI സ്ഥാപിച്ചത്. ആ ഡേറ്റ് നോക്കി വെക്കാം. അവിടെ JCIയുടെ എക്സ്പാൻഡഡ് ഫോം ഇതിലും ചോദിക്കാം. അത് ഇയർ സ്ഥാപിച്ചത് എന്നാണ്. 1998 ആണ് JCI, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. Then the JCI accreditation standards are based on consent standards developed by the healthcare professional from many countries. കണ്ടോ, ഇതെന്ന് പറഞ്ഞ പല JCI accreditation എന്ന് പറഞ്ഞ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആരോഗ്യ സംരക്ഷണ വിദഗ്ധര്
ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വികസിപ്പിച്ചെടുത്ത ഒരു സമമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഇതല്ല, കുറെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അത് പല ഇന്റർനാഷണൽ ലെവലിലല്ലേ, അപ്പൊ പല രാജ്യങ്ങളിൽ നിന്നുള്ള കുറെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അവര് ചേർന്നിട്ട് രൂപീകരിച്ചിട്ടുള്ള അവര് വികസിപ്പിച്ചെടുത്ത മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പൊ അത് ഇന്റർനാഷണൽ ലെവലില് കണ്ടോ, ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് JCI. നാഷണൽ ലെവലില് ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് NAB എന്നും പറയുന്നത്. ഓക്കെ, as an international body known as the International Society for Quality Council of India, ISQUA. അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടില്ല ISQ, International Society for Quality in Health Care, was established as an umbrella organization to provide approval for other accreditation bodies. കണ്ടോ, മറ്റുള്ള അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അപ്രൂവൽ കൊടുക്കുന്നതാണ് ISQUA. അതാണ് നമ്മൾ ഷോർട്ട് ചെയ്ത് പറഞ്ഞത്. ഈ ISQUA എന്ന് പറയുന്ന ഇന്റർനാഷണൽ ബോഡി മറ്റ് അക്രഡിറ്റേഷൻ, ഇപ്പൊ NABിന്, JCI അങ്ങനെയുള്ള മറ്റ് അക്രഡിറ്റേഷൻ ബോഡികൾക്ക് വേണ്ടിയിട്ട് അംഗീകാരം കൊടുക്കുന്നതിന് രൂപീകരിച്ചിട്ടുള്ളതാണ് ISQUA. അതാണ് ഹെഡ് എന്ന് പറയുന്നത് കേട്ടോ, ISQUA. അതിന്റെ എക്സ്പാൻഡഡ് ഫോം അവിടെ ഉണ്ട്, അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാട്ടോ. വാസ് എസ്റ്റാബ്ലിഷ്, എന്തിനാ? അംബർല എല്ലാത്തിനും മീതിയായിട്ട് കണ്ടോ, എല്ലാത്തിനും കുടപിടിക്കുന്ന രീതിയിലുള്ള ടു പ്രൊവൈഡ് അപ്രൂവൽ ഫോർ അതർ അക്രഡിറ്റേഷൻ ബോഡി. അപ്പൊ ആരാണ് മറ്റുള്ള അക്രഡിറ്റേഷൻ ബോഡികൾക്ക് അപ്രൂവൽ കൊടുക്കുന്നത്? ആരാണ് കൊടുക്കുന്നത്? ISQUA. അതൊന്ന് നോട്ട് ചെയ്യാം. In 1999, they launched a program called the Agenda. 1991 അവര് ഒരു പ്രോഗ്രാം, അജണ്ട എന്നാണ് അത് പറയുന്നത്, അജണ്ട for leadership in programming healthcare accreditation, which provides service to various national accreditation bodies to provide and administer the standards of healthcare according to international standards. 1999 ഹെൽത്ത് കെയർ അക്രഡിറ്റേഷണൽ പ്രോഗ്രാമുകളിൽ അതിന്റെ ഒരു നേതൃത്വത്തിനായിട്ട് അജണ്ട എന്ന ഒരു പ്രോഗ്രാം അവര് സ്ഥാപിച്ചു. 1999 they launched a program Agenda. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. അത് വിവിധ അക്രഡിറ്റേഷൻ ബോഡികൾക്ക് ഒരു സ്റ്റാൻഡേർഡ്സിന് അനുസൃതമായിട്ട്, മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ആരോഗ്യ സംരക്ഷണ മാനദണ്ഡം നൽകാനും അത് നിയന്ത്രിക്കാനുമുള്ള ഒരു സേവനങ്ങൾ നൽകുന്നു. അതിനകത്ത് ഇത്ര മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. 1991 they launched a program Agenda, AGENDA. അത്ര ഒന്ന് നോക്കി വെച്ചാൽ അതില്. In India, the NAB system was established in 2006. ഇന്ത്യയില് ഈ NAB സിസ്റ്റം സ്ഥാപിച്ചത് 2006 as a constituent board of Quality Council of India to establish and operate an accreditation program. In India, the NAB accreditation system. അത് പല സബും ഇതൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഡേറ്റുകൾ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. കണ്ടോ, 1999 അവരൊരു പ്രോഗ്രാം സ്ഥാപിച്ചു, അതാണ് അജണ്ട എന്ന് പറഞ്ഞത്. 2006 NAB സിസ്റ്റം സ്ഥാപിച്ചു. ഒരു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയിലെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അക്രഡിറ്റേഷൻ പ്രോഗ്രാം സ്ഥാപിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായിട്ട് ഒരു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഘടക ബോർഡ് എന്ന നിലയിൽ 2006 NAB സിസ്റ്റം സ്ഥാപിച്ചു. അതിന്റെ പർപ്പസ് എന്താണ്? അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കുക. ഈ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? To design and monitor healthcare standards for hospitals and healthcare providers in accordance with the international standards.
എന്താണ് നാവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ഹോസ്പിറ്റലിലും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും എന്താ ഒരു ആരോഗ്യ സംരക്ഷണ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് അത് ഡിസൈൻ ചെയ്യുക, രൂപീകരിക്കുക, മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഡിസൈൻ ചെയ്യുക, മോണിറ്റർ ചെയ്യുക ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അത്ര ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡർക്കുമായിട്ട് രൂപീകരിക്കുകയും അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യുക. The first edition of the standards was released in 2006 and revised in every 3 years. ഇവിടെ കൺഫ്യൂഷൻ ആവരുത്. ഓരോ 3 വർഷം കൂടുമ്പോഴും നാവ് സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്യുന്ന പറഞ്ഞു. ഓരോ 3 വർഷം കൂടുമ്പോഴും നാവ് ഈ സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്യും. ഓരോ 3 വർഷം കൂടുമ്പോഴും റിവൈസ് ചെയ്യും. അങ്ങനെ തന്നെ ഒന്ന് എഴുതി വെച്ചോട്ടോ, കൺഫ്യൂഷൻ ആവരുത്. ഓരോ 3 വർഷം കൂടുമ്പോഴും നാവ് എന്ത് ചെയ്യുന്നു? ഈ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യും അവര്. അത് ഹോസ്പിറ്റലിൽ വരുന്നത് 4ാമത്തെ വർഷം, റിവൈസ് ചെയ്തത് 3 വർഷം. മനസ്സിലാവുന്നുണ്ടോ? ഓരോ 3 വർഷം കൂടുമ്പോഴും നാവ് ഈ മാനദണ്ഡങ്ങൾ റിവൈസ് ചെയ്യും അവര്. എന്നിട്ട് അത് ഹോസ്പിറ്റലിന് വരുന്നത് 4ാമത്തെ വർഷമാണ്. ഉണ്ടോ? ഇപ്പൊ ഏത് എഡിഷനാണെന്നറിയോ? ഇപ്പൊ ഹോസ്പിറ്റലില് അറിയോ? ഇപ്പൊ ഏതാണെന്നറിയോ? ഇപ്പൊ 6th എഡിഷൻ ആണ് കേട്ടോ, 4th അല്ല 6th. അതായത് ഏപ്രില് 2020 മുതൽ 2024 വരെ 5ാമത്തെ എഡിഷൻ. ഇപ്പൊ നമ്മള് ഏതാണ് 2004 മുതലല്ലേ വരുന്നത്. അപ്പൊ അവിടെ 6th എഡിഷൻ ആണ് നമ്മൾ ഹോസ്പിറ്റലിലെ നാവിന്റെ ഫോളോ ചെയ്യുന്നത്. 6ാമത്തെ എഡിഷൻ. അത് ഓരോ എഡിഷനും ഇതനുസരിച്ചൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡുകൾ കൂട്ടിയും കുറച്ചൊക്കെ വരാം. നമ്മളിപ്പോ അവിടെ വരുന്നുണ്ട്, അതിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ വർഷത്തിലും അവര് സ്റ്റാൻഡേർഡുകൾ എന്താ കുറച്ച് കൂട്ടോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഇങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ട് ഇത് വരും. നമ്മള് ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ്. Okay, the first edition of the standard was released in 2006 and revised every 3 years. എല്ലാ 3 വർഷം കൂടുമ്പോഴും നാവ് സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യും. പക്ഷേ അത് ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 4ാമത്തെ വർഷമാണ്. ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് 6th എഡിഷൻ ആട്ടോ, 6ാമത്തെ എഡിഷൻ ആണ്. NAV is an institute member of the accreditation council of an ISQA. ഇതൊക്കെ പറഞ്ഞതൊക്കെ തന്നെ അത് വീണ്ടും വരുന്നത് ISQA ഒരു അക്രഡിറ്റേഷൻ കൗൺസിലിലെ ഒരു അംഗമാണ്, ഒരു മെമ്പറാണ് നാവ് എന്ന് പറയുന്നത്. നാവ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പർ of the accreditation council of the ISQA. The standards yet by NAV have been accredited and approved by. അപ്പൊ ഇത് ആരാ അപ്രൂവ് കൊടുക്കണേ? വീണ്ടും അത് തന്നെയല്ലേ പറയണേ, ISQA ആണ്. ഈ നാവിന് അംഗീകാരം കൊടുക്കുന്നത് ISQA ആണ്. This means that the NAV standards are in alignment with the global benchmark set up by ISQA. അതായത് നാവ് മാനദണ്ഡങ്ങള് ISQA സജ്ജമാക്കിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു നാഷണൽ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നു. ഒരു ഗ്ലോബൽ ബെഞ്ച് മാർക്ക്, ഒരു അന്താരാഷ്ട്രമായിട്ടുള്ള മാനദണ്ഡങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നു എന്നാണ് അതിൽ നിന്ന് അർത്ഥം. അങ്ങനെ international recognition can be achieved through accreditation of the hospital by NAV. അങ്ങനെ നാവിന്റെ അക്രഡിറ്റേഷനിലൂടെ ഒരു അംഗീകാരം നമുക്ക് എന്താ പറയാ ഹോസ്പിറ്റലിലെ
ഹോസ്പിറ്റലില് നാവിന്റെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു എന്താ പറയാ, ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അംഗീകാരം നമുക്ക് നേടാൻ പറ്റും. ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ റെക്കഗ്നേഷൻ ക്യാൻ ബി അച്ചീവ്. ഒരു ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ നമുക്ക് നേടാൻ പറ്റും. ഏതിക്കടെ? ത്രൂ അക്രഡിറ്റേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ ബൈ ദ നാവ്. നാവ് അക്രഡിറ്റേഷനിലൂടെ ഒരു ഇന്റർനാഷണൽ റെക്കഗ്നൈസേഷൻ, ഒരു ഇന്റർനാഷണൽ ആയിട്ട് എല്ലായിടത്തും റിക്കഗ്നൈസ് ചെയ്യാൻ, അംഗീകാരപ്പെടുക്കുന്ന ഒരു അംഗീകാരം നേടാൻ പറ്റും. 1-2 കാര്യങ്ങൾ ആ പാരഗ്രാഫിൽ നോട്ട് ചെയ്യുന്നത്. നമ്മള് ആ നാവ് എന്ന് പറഞ്ഞ എസ്റ്റാബ്ലിഷ് ചെയ്തത് 2006-ലാണ്. പിന്നെ അടുത്തത് നാവിന്റെ പർപ്പസാ പറഞ്ഞത്. എന്താണ്? ഡിസൈൻ ആൻഡ് മോണിറ്റർ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തതാ. അടുത്തത് the first edition of the standard realized in 2006-ലാണ്. നിങ്ങൾ അത് വെച്ച് നോക്കിയറിയാം. ഫസ്റ്റ് എഡിഷൻ 2006-ലാണ്. അത് റിവൈസ് ചെയ്യുന്നത് 3 ഇയർ, 3 വർഷം കൂടുമ്പോൾ. പക്ഷെ അത് ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നത് 4ാമത്തെ വർഷം. ഇവിടെ പറഞ്ഞേക്കണ്ടേ 2015-ല് 4th edition of NAVE standard. Currently, the 4th edition of NAVE standard realized in December 2005. അതായത് 2015. അവിടെ ഇതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് 4th edition. നമ്മൾ ഇപ്പൊ ഏതാണ് 6th edition ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത് എത്രയാ? 6th edition സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് ഈ നാവ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പർ ആണ്. ഏതാ? അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ISQUE-യുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പർ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ദ സ്റ്റാൻഡേർഡ്സ് ബൈ ദ നാവ്. അതിന്റെ സ്റ്റാൻഡേർഡ് അക്രഡിറ്റ് ചെയ്യുന്നതും അപ്രൂവൽ കൊടുക്കുന്നതും ആരാ? ISQUE. അണ്ടർലൈൻ ചെയ്തിട്ടേ. ദ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ബൈ ദ നാവ് ഹാവ് ബീൻ അക്രഡിറ്റഡ് ആൻഡ് അപ്രൂവ്ഡ് ബൈ. അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? ISQUE. അതായത് ഒരു നാവിന്റെ അക്രഡിറ്റേഷൻ, അതായത് ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ ആണ്. നമ്മുടെ അന്താരാഷ്ട്ര ലെവലില് നമ്മളൊരു അംഗീകാരമാണ് നമുക്ക് ഈ ഹോസ്പിറ്റലില് നാവ് അക്രഡിറ്റേഷൻ കിട്ടുക എന്നുള്ളത്. അത് നമുക്ക് നേടാൻ പറ്റും. ഒരു ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ നമുക്ക് ഈ നാവ് അക്രഡിറ്റേഷനിലൂടെ നമുക്ക് നേടാൻ കഴിയും. ഇനി അടുത്ത സ്റ്റാൻഡേർഡ്സ് ആണ്. അത് സിമ്പിൾ ആണ്. നമ്മൾ അത് പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞേട്ടോ. The hospital accreditation program assess the quality and the operational system was in the place within the facility. Then hospital accreditation program facility ഉള്ള നിലവിലുള്ളതും ഒരു ഗുണനിലവാരമുള്ളമായ പ്രവർത്തന സംവിധാനം എന്ത് ചെയ്യുന്നു? വിലയിരുത്തുന്നു. ഈ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ പ്രോഗ്രാം assess the quality and the operational system which are in place within the facility. ഒരു ഫെസിലിറ്റിക്കുള്ളിൽ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനുള്ളിലുള്ള നിലവിലുള്ള ഗുണനിലവാര പ്രവർത്തനങ്ങളെ, അതിന്റെ സംവിധാനങ്ങളെയൊക്കെ വിലയിരുത്തുന്നു. The accreditation includes the compliance with the NAVE standards, applicable laws and regulations. കണ്ടോ? അതെങ്ങനെയാണ് നമ്മുടെ കംപ്ലൈൻസ് പറഞ്ഞാൽ? പാലിക്കുക എന്നുള്ള മീനിങ് ആണ്. പാലിക്കുക. ഒരു നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ചുള്ള നാവ് സ്റ്റാൻഡേർഡ് പാലിക്കൽ എന്നിവ അക്രഡിറ്റേഷനിൽ ഉൾപ്പെടുത്തുന്നു. അക്രഡിറ്റേഷൻ ഇൻക്ലൂഡ്സ് എന്താണ്? The compliance with the NAVE standards, applicable laws and regulations. നിയമങ്ങൾക്കും നിയമങ്ങളും ചട്ടങ്ങൾക്കും അനുസരിച്ചുള്ള നാവ് സ്റ്റാൻഡേർഡ് അത് പാലിക്കല് എന്നെയാണ് അക്രഡിറ്റേഷനിൽ ഉൾപ്പെടുത്തുന്നത്. ഹോസ്പിറ്റലിന് വേണ്ടി the NAVE standards for hospitals are prepared by the technical committee. ഇതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ആരൊക്കെയാണ് കമ്മിറ്റിയിൽ വരുന്നത്? The NAVE standards for hospitals are prepared by the technical committee. അണ്ടർലൈൻ ചെയ്തിട്ടേ. The NAVE standards for hospitals are prepared by the technical committee constituted by the NAVE that the eminent persons from clinical, nursing, medical, administration area ഇവിടെ നിന്നൊക്കെയുള്ള പ്രമുഖ വ്യക്തികള് അവർ ഉൾപ്പെടുന്ന ഒരു ടെക്നിക്കൽ കമ്മിറ്റി.
കണ്ടോ? അതാണ് ഈ മാനദണ്ഡങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ്. NAB ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ദ ഹോസ്പിറ്റൽസ് ലാബ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലുകളിലെ ആ ലാബ് ലാബിന്റെ മാനദണ്ഡങ്ങൾക്കായിട്ട്, ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള ലാബിന്റെ സ്റ്റാൻഡേർഡുകൾക്കായിട്ട് ഒരു ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ലാബ്. അതിൽ ആരൊക്കെ വരുന്നേ? എമിനന്റ് എന്ന് പറഞ്ഞാൽ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ. എവിടെ നിന്ന്? ക്ലിനിക്കൽ, നഴ്സിംഗ്, മെഡിക്കൽ, അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ അതിൽ ഉൾപ്പെടുന്നു. The accreditation standard take into consideration the requirement for various laws and regulation guidelines set by government from time to time. അതായത് നമ്മൾ പറഞ്ഞേക്കുന്ന അക്രഡിറ്റേഷൻ മാനദണ്ഡങ്ങൾ ഗവൺമെന്റ് എന്ത് ചെയ്തു? കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന വിവിധ നിയമങ്ങളെയും നിയന്ത്രണങ്ങളുടെയും ഒക്കെ ആവശ്യകതകള് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുക. ആവശ്യകതകൾ കണക്കിലെടുക്കണം. അതാ ഞാൻ പറഞ്ഞ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ടോ? എന്താ പറയാ, നമുക്ക് നിലവില് നമുക്ക് കാലാകാലങ്ങളിൽ അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് റീസെന്റ് ആയിട്ടുള്ള ഇതിനനുസരിച്ച് അതിന് വ്യത്യാസപ്പെടാം. ഇനി അടുത്ത് നോക്കിയേ, ദ സ്റ്റാൻഡേർഡ്സ് ഹാസ് 10 chapters, 100 standard. അണ്ടർലൈൻ ചെയ്തിട്ടേ, നമ്മുടെ ചെയ്ത് പഠിച്ച സെയിം തന്നെയാട്ടം വന്നേ. 10 chapters, 100 standards. അതില് എത്രയാ? 651 objective elements. അതെപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. The NAB standards has 10 chapters, 100 standards, 651 objective elements. 651 objective elements. Then, out of 651 objective elements, 1 or 2 are in ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? Are in core category. 1 or 2 are in core category. Next ഒന്ന് നോക്കിയേ, CORE ഉണ്ടോ നോക്കിയ അവിടെ? 102 കോർ കാറ്റഗറി ഇല്ല. നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചത് ഓർക്കല്ലേ? പ്രധാന വിഭാഗത്തിലാണ് വരുന്നത്. ആസാനിൽ ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇത് പഠിച്ചതൊക്കെ തന്നെയാണ്. കുറച്ച് ഡേറ്റുകളും ഹിസ്റ്ററി ആയതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത്. നമ്മൾ അണ്ടർലൈൻ ചെയ്തതൊക്കെ തന്നെ നിങ്ങൾ പഠിക്കുക. ഇതെപ്പോഴും നോക്കി വെക്കുക. 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സിൽ 102 കോർ കാറ്റഗറി, പ്രധാന വിഭാഗം, CORE കോർ കാറ്റഗറി. അതെപ്പോഴാണ്? which are mandatory assessed during each assessment. ഓരോ മൂല്യനിർണയ സമയത്തും വിലയിരുത്തപ്പെടുന്നതാണ്. പഠിച്ചിട്ടില്ലേ? ഇതുപോലെ തന്നെ പഠിച്ചിട്ടില്ലേ? 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, 1 or 2 കോർ കാറ്റഗറി, പ്രധാന വിഭാഗം. അതെപ്പോഴാ? ഓരോ മൂല്യനിർണയ സമയത്തും വിലയിരുത്തപ്പെടുന്നതാണ്. ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്, 1 or 2 are in dash കാറ്റഗറി. ഏതാണ്? കോർ കാറ്റഗറി. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ടൈം കഴിഞ്ഞല്ലോ. അത് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക. ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റ് എന്തായാലും ചെയ്ത് നോക്കണം. ഒരുവിധം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അതപ്പം മിസ് ചെയ്യരുത് കേട്ടോ. അതൊന്ന് ചെയ്തു നോക്കാം. ഇത്ര എനിക്കറിയാം. ഇതിങ്ങനെ ഹിസ്റ്ററി പോലെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ഇത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത്. ആദ്യത്തെ സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് സെക്ഷനുകളിൽ നിന്നൊക്കെയാണ് ഓരോ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അത്ര ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം നമുക്ക് എന്തായാലും ഒരു 5-6 ക്വസ്റ്റ്യൻ, അതിൽ കൂടുതലില്ല. അത് തന്നെ ഞങ്ങൾ 3 ടീച്ചേഴ്സ് ഡിവൈഡ് ചെയ്തൊക്കെ എടുക്കുന്നത്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എടുക്കുന്ന സെക്ഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇവിടെ ഒരുപാട് ടെൻഷൻ ആവണ്ട. നമുക്ക് പിന്നെ എക്സാം വരുമ്പോഴത്തേക്കും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സമയം പോലെ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് തരാം. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഇത് വായിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ബൈ.